നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം 71ാമത് ദേശീയ പുരസ്കാര വിതരണം ഇന്ന്. ഇതിൽ ഏറ്റവും സന്തോഷം നമ്മുടെ ലാലേട്ടൻ ഇന്ന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്കൊപ്പം ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായിട്ടുള്ളത് വളരെ മികച്ച സിനിമകൾ, നല്ല മലയാളം സിനിമകൾ നൽകിയ നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട സംവിധായകൻ സിബി മലയിലാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. സിബി സാർ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം സാർ, ഇപ്പോൾ നമ്മൾ മലയാളികളൊക്കെ സംബന്ധിച്ച് ഇന്നൊരു വല്ലാത്തൊരു മൊമെൻ്റാണ് എല്ലാവർക്കും. കാരണം മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബാംഗമാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇന്ന് രാജ്യത്തെ കലകയ്ക്കുള്ള, സിനിമയ്ക്കുള്ള പരമോന്നത പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ഒരു ദിവസം. അതുകൂടാതെ വിജയരാഘവനും ഉർവശിയും അടക്കം 5 പേർ ദേശീയ പുരസ്കാരവും ഏറ്റുവാങ്ങുന്ന ഒരു ദിവസമാണ്. എങ്ങനെയാണ് ഒരു ദിവസത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ, ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണ്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലവും രേഖപ്പെടുത്തേണ്ട ഒരു ദിവസമാണിന്ന്. കാരണം ഒരു ചലച്ചിത്രകാരന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതി ഇന്ന് മോഹൻലാലിലൂടെ കേരളത്തിലേക്ക് എത്തുകയാണ്. ഇതിനു മുമ്പ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനിലൂടെ അത് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു അഭിനേതാവെന്ന നിലയിലും നിർമ്മാതാവെന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലുമൊക്കെയും തൻ്റെ മേഖലയിൽ വളരെ വിപുലമായ ഒരു പ്രവർത്തന മികവിൻ്റെ അടയാളപ്പെടുത്തലും അംഗീകാരവുമാണ് ഇന്ന് മോഹൻലാലിന് ഈ പുരസ്കാരം ലഭിക്കുന്നതിലൂടെ രാജ്യം അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു മലയാള സിനിമയുടെ ഏതാണ്ട് 90-ലേറെ വർഷങ്ങൾ നീണ്ട ചരിത്രത്തിൽ നമ്മളെല്ലാവരും ഒന്നാകെ ആഹ്ലാദിക്കുന്ന, അഭിമാനിക്കുന്ന ഒരു ദിവസമായി ഇന്ന് ഈ ദിവസം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. തീർച്ചയായും ഇപ്പം അഭിനയത്തിൽ മാജിക് തീർക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട മോഹൻലാൽ, നമ്മുടെയൊക്കെ ലാലേട്ടൻ. പക്ഷേ സാർ, ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു രസതന്ത്രം എങ്ങനെയാണ്? കാരണം ലൈഫുള്ള സീനുകൾ ഒത്തിരിയും ഉണ്ടാക്കിയെടുത്ത, ഞങ്ങൾക്കൊക്കെ തന്ന കൂട്ടുകെട്ടാണ് സിബി മലയിൽ മോഹൻലാൽ. അപ്പോൾ ആ സീനുകളൊക്കെ എങ്ങനെയാണ് ജനിക്കുന്നത്? അല്ല, ഇത് ഒരു 45 വർഷം നീണ്ട അദ്ദേഹത്തിൻ്റെ ഈ ചലച്ചിത്ര യാത്രയിൽ തുടക്കം തൊട്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ടുള്ളൊരു സന്തോഷം. ആദ്യ ചിത്രം മുതൽ പിന്നീട് അദ്ദേഹം എന്നോടൊപ്പം ചെയ്ത ഏതാണ്ട് 15ഓളം ചിത്രങ്ങൾ എല്ലാം നമ്മൾ മലയാളികൾ, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ സാധിച്ചു എന്നുള്ളതും വലിയ ഭാഗ്യമാണ്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന, മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന ആ സിനിമകളൊക്കെയും ഇന്നും നമ്മൾ വീണ്ടും വീണ്ടും കാണുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആ സിനിമയിൽ കാണുന്ന അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്. അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ആ സിനിമകളിലെ ഓരോ രംഗങ്ങളും മലയാളികൾ ഇന്നും അത് ആസ്വദിക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഇപ്പം ഒത്തിരി സിനിമകൾ സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിലുണ്ട്. ഇപ്പം ഇതിൽ എനിക്ക് മികച്ച നടൻ എന്ന നിലയിൽ ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ ലാലിന് സദയം എന്ന സിനിമയ്ക്ക് ലഭിക്കാത്തിടത്തോളം കാലം ഞാൻ അതിനെ വിലയുള്ളതായി കാണുന്നില്ല എന്നായിരുന്നു ഒരിക്കൽ ശ്രീ കമൽഹാസൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം മാത്രമല്ല, പല താരങ്ങളും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മലയാളികൾ ഓരോ വട്ടവും പലവട്ടം അറിഞ്ഞിട്ടുള്ളതാണ്, മോഹൻലാലിനല്ലാതെ സത്യനാഥൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന്. ഇന്നിപ്പോൾ സദയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരുന്നു സിബി സാർ? തീർച്ചയായിട്ടും അതൊരു കമലഹാസൻ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം കമലഹാസനെ പോലെയുള്ള ഇന്ത്യയിലെ മഹാനായ മറ്റൊരു നടനിൽ നിന്നും മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലിന് ലഭിക്കുന്ന ആ ഒരു അംഗീകാരം, അല്ലെങ്കിൽ ആ ഒരു പുകഴ്ത്തൽ, അത് പൊള്ളയായൊരു പുകഴ്ത്തലല്ല, അതിനകത്ത് 100% സത്യസന്ധമായ ഒരു തിരിച്ചറിവാണ്. സദയം എന്ന സിനിമ തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ്.
അത് അംഗീകരിക്കപ്പെടാതെ പോയി എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഖേദകരമായ കാര്യവുമാണ്. അതോടൊപ്പം തന്നെ ഞാൻ വിലയിരുത്തുന്നത് മോഹൻലാലിന് കിരീടം എന്ന ചിത്രത്തിൽ മികച്ച അഭിനേതാവിനുള്ള ജൂറി പുരസ്കാരം ലഭിക്കുമ്പോൾ അതേ വർഷം ജൂറിയുടെ മുമ്പിലെത്തിയ ദശരഥം എന്ന സിനിമയിലെ അഭിനയവും പരിഗണിക്കപ്പെടാതെ പോയി എന്നുള്ളതും എന്നെ സംബന്ധിച്ചോളം അതും ഖേദകരമായ ഒരു കാര്യമാണ്. ആ വർഷം മോഹൻലാലിൻ്റേതായിട്ട് 2 or 3 മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിരുന്ന സിനിമകൾ ഉണ്ടായിരുന്നു 1989. എന്നാൽ അതിന് അടുത്ത വർഷം ഭരതത്തിലൂടെ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. അത് എൻ്റെ ചിത്രത്തിലൂടെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് എൻ്റെ സ്വകാര്യമായ സന്തോഷവുമാണ്. മോഹൻലാൽ കാഴ്ചവെച്ച അഭിനയത്തിന് അനൗൺസ്മെന്റ് ഒക്കെ വന്നതിന് ശേഷം മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്ത പല മഹാരഥന്മാരും ഇന്നില്ല എന്ന്, അവർക്കൊക്കെ കൂടിയാണ് ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ ആ മഹാരഥന്മാർക്കൊപ്പം കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാകും ശ്രീ സിബി മലയിലും. ഇന്നിപ്പോൾ മോഹൻലാലിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങേക്കും തോന്നാറുണ്ടോ അവരൊക്കെ വേണമായിരുന്നു എന്ന്? തീർച്ചയായിട്ടും ഞാനീ നമ്മുടെ കഴിഞ്ഞകാല സിനിമകളൊക്കെയും ടെലിവിഷനിലൊക്കെ എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെയും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആ ഫ്രെയിമുകളിലുള്ള അതിഗംഭീരമായ അഭിനയ സിദ്ധിയുള്ള നമ്മളിൽ നിന്ന് വിട്ടുപോയ അനേക നടന്മാരെ അവരിന്നില്ല എന്നുള്ളത് വലിയ ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എപ്പോഴും ഓരോ പഴയ സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത് സതയത്തിലെ തന്നെ ചില രംഗങ്ങൾ കാണുമ്പോഴാണ്. അതിൽ ഒരേ ഫ്രെയിമിൽ ഈ മോഹൻലാലിനോടൊപ്പം ശ്രീ തിലകനും നെടുമുടി വേണുവും മുരളിയും തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ അഭിനേതാക്കൾ ഒരേ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ പേരുകാരിൽ 3 പേരും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ അനവധിയായ മറ്റ് അഭിനേതാക്കളും പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള അഭിനേതാക്കൾ ഇന്ന് ഇല്ല എന്നുള്ളതാണ്. ദശരഥത്തിലെ രംഗങ്ങൾ കാണുമ്പോൾ സുകുമാരി ചേച്ചി, ലളിത ചേച്ചി, യോനിച്ചേട്ടൻ ഇവരൊക്കെയും ഇല്ലാതായി നമ്മുടെ മുമ്പിൽ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു വേദന ഓരോ സിനിമകളിലും അതുതന്നെയാണ്. നമ്മളെ പഴയകാല ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അത്രമാത്രം സമ്പന്നമായ അഭിനേതാക്കളുടെ ഒരു നിര നമുക്കുണ്ടായിരുന്നു. ഇന്നും പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്ന പലരും ആ നിലവാരത്തിലേക്ക് എത്തുവാൻ ഇനിയും കാലങ്ങളെടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മോഹൻലാലിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ എണ്ണം പറഞ്ഞ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച ആദ്യകാല ചിത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏതാണ്ട് 30 വയസ്സിലാണ് അതൊക്കെ ചെയ്യുന്നത്. കിരീടം ചെയ്യുമ്പോൾ 29 വയസ്സായിരുന്നു, ഭരതം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 31 വയസ്സായിരുന്നു, സതയം ചെയ്യുമ്പോൾ 32 വയസ്സായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു യൗവനത്തിൽ തന്നെ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളെ, കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച ആ അഭിനേതാവിനെ ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ ചലച്ചിത്ര പുരസ്കാരം തേടിയെത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അർഹിക്കപ്പെട്ട അംഗീകാരമായി തന്നെ ആണ് നമ്മളെല്ലാവരും അഭിമാനപൂർവ്വം ഏറ്റെടുക്കുന്നത്. സിബി സാർ, ഇപ്പോൾ ഈ വാനപ്രസ്ഥത്തിലെ ക്യാമറ പേഴ്സൺ റനാറ്റോ ബെർത്തി അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അതായത് 1 മിനിറ്റോളം വരുന്ന ഒരു സീൻ, അതും വളരെ സങ്കീർണമായ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് മോഹൻലാൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സംവിധായകൻ ഷാജൻ കരീമിനോട് പോയി ചോദിച്ചു, ഈ മനുഷ്യനല്ലേ ഇനിയിപ്പം അടുത്ത സീൻ ചെയ്യേണ്ടത്, എന്താണ് റിഹേഴ്സൽ ചെയ്യാത്തത്, എന്താണ് ഇങ്ങനെ അലസമായിട്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ പിന്നീട് ആ സീൻ എടുത്തതിന് ശേഷം റനാറ്റോ ബെർത്തി തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഫ്രാൻസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു സീൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും റിഹേഴ്സൽ ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ മോഹൻലാലിലെ ഈ അനായാസത അത് ശ്രീ സിബി മലയിൽ എത്രത്തോളമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? ഇതെന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായിട്ട് ജോലി ചെയ്ത എല്ലാ സിനിമകളിലും നിരന്തരമായി കണ്ടുവരുന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. ഇത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സാധാരണമായൊരു കാര്യമായി മാറിയിരിക്കുന്നു. കാരണം ഈ ക്യാമറയുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒരുപക്ഷെ അവിടെ ഒരു സൗഹൃദ വലയത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒരു മൊമെൻറ്റിൽ നിന്നും ഷോട്ടിലേക്ക് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ക്യാമറയുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ഒരുപക്ഷെ അവിടെയുള്ള ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറോടോ അല്ലെങ്കിൽ ഒരു ക്യാമറ അസിസ്റ്റൻറ്റിനോടോ ഒക്കെ എന്തെങ്കിലും തമാശകൾ പറഞ്ഞ് നിന്നിട്ട് ആക്ഷൻ എന്ന് പറയുന്ന ആ മൂമെൻറ്റിൽ ഇയാൾ ഒരു പരകായ പ്രവേശം നടത്തുകയാണ്. ഒരു നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു മാറ്റത്തിലേക്ക് ഈ കഥാപാത്രമായി അയാൾ മാറുകയാണ്.
അത് കട്ട് പറയുന്ന മൊമെൻറ്റിൽ അത് വീണ്ടും കളിതമാശ പറയുന്ന മോഹൻലാലായിട്ട് മാറും. ഇത് ഒരിക്കലും മറ്റൊരു നടനിലും നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരങ്ങളൊന്നും അദ്ദേഹം കൂടെ കൊണ്ടു നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടാവാം, ഈ കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കണം ചിന്തയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരിക്കലും നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അഭിനയ രീതികൾ ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ സ്റ്റാർട്ടിനും കട്ടിനും ഇടയ്ക്ക് മാത്രം കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുകയും അതിനപ്പുറവും ഇപ്പുറവും സാധാരണക്കാരനായ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞു നടക്കുന്ന മോഹൻലാലായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഞാൻ വർക്ക് ചെയ്ത മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ എല്ലാ അഭിനേതാക്കളെയും വെച്ച് നോക്കുമ്പോൾ ഇത് മോഹൻലാലിൽ മാത്രം കണ്ടെത്താവുന്നൊരു വലിയ പ്രത്യേകതയാണ്. സാർ, ഇപ്പോൾ അങ്ങയുടെയും മോഹൻലാലിൻ്റെയും കൂട്ടത്തിൽ പറഞ്ഞ എല്ലാ സിനിമകളും സമാനതകളില്ലാത്തതാണ്. ഇപ്പം കിരീടമാകട്ടെ, ദശരഥ ആകട്ടെ, ഹിസാന അബ്ദുള്ള ആകട്ടെ, ഭരതം, കമലതളം, സതയം, ഈ ദേവദൂതൻ എല്ലാം ഒത്തിരി മൊമെന്റ്സുകൾ ഉണ്ടാകും അങ്ങയ്ക്ക്. പക്ഷേ എങ്കിലും ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ട് കട്ട് പറയാൻ മറന്നിരുന്നൊരു മൊമെന്റ് ഉണ്ടോ? അങ്ങനെയും പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഭരതം എന്ന സിനിമയിലെ ഒരു രംഗമാണ്. അതിൽ ജ്യേഷ്ഠൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹവും മുരളിയുടെ കഥാപാത്രവും ഉർവശിയുടെ കഥാപാത്രവും ഒന്നിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും ചെരുപ്പുകളും എല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞു പോലീസുകാരൻ ഇതെടുക്കാനായിട്ട് കോൺസ്റ്റബിൾ പോകുന്ന ഒരു മൊമെൻറ്റിൽ ഇയാൾ ക്യാമറയുടെ മുമ്പിൽ ഈ ഗോപിനാഥൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം കാത്തിരിക്കുകയാണ്. കൊണ്ടുവരുന്നത് സ്വന്തം സഹോദരൻ്റെ വസ്ത്രങ്ങളും ചെരുപ്പുകളുമാണോ എന്നുള്ള ഒരു തിരിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്തത്തിലിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഈ സമയത്ത് ഇയാൾ പോലീസുകാരനകത്ത് പോയി ഇത് എടുത്തുകൊണ്ട് വരുന്ന ഒരു മൊമെൻ്റ് വരെ ഞാൻ ക്യാമറയിൽ മോഹൻലാലിനെ മാത്രമാണ് ഒരു ക്ലോസപ്പിൽ നിർത്തിയിരിക്കുന്നത്. അത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകേണ്ടത് ഈ എടുക്കാൻ പോയ വസ്ത്രം കൊണ്ട് എൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ആ ജ്യേഷ്ഠൻ്റെ വസ്ത്രങ്ങളും അതിൻ്റെ ചെരുപ്പുകളും വസ്തുക്കളൊക്കെയും അത് അദ്ദേഹത്തിൻ്റേതായിരിക്കല്ലേ എന്നൊരു പ്രാർത്ഥന ഉള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ അതായിരിക്കുമോ എന്നുള്ളൊരു ഭയവും ഒരേ സമയത്ത് ഉണ്ട്. ആ ഒരു സംഘർഷമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കഥാപാത്രം കടന്നു പോകുന്നതെന്നാണ് ഞാൻ കൊടുത്ത നിർദ്ദേശം. അത് എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഞാൻ ക്യാമറയുടെ പുറകിലിരിക്കുമ്പോൾ മോഹൻലാൽ ഒരു ക്ലോസപ്പിൽ, ഒരു നടൻ്റെ ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയാണ്. എതിരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ആക്ടർ ഇല്ലാതെ ഒരു ക്യാമറയുടെ മുമ്പിൽ ക്ലോസപ്പിൽ ഇരിക്കുന്നതാണ് ഒരു ആക്ടറുടെ ഏറ്റവും വലിയ ചലഞ്ച്. ഞാൻ കണ്ട ഏറ്റവും വിസ്മയിപ്പിക്കപ്പെട്ട ഒരു അഭിനയ മുഹൂർത്തങ്ങളിലൊന്ന് അത് തന്നെയാണ്. ആ ഷോട്ട് കട്ട് ചെയ്യേണ്ട ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് ഞാനതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോയത്, ഞാൻ കട്ട് ചെയ്താൽ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ഇനിയും കിട്ടാനുള്ള ആ അഭിനയത്തിൻ്റെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് എത്തുന്നതിന് മുമ്പ് ഞാൻ കട്ട് ചെയ്ത് പോകുമെന്ന് ഭയച്ചിട്ട് ഞാൻ കാത്തിരുന്നു. കട്ട് ചെയ്യാൻ ആവാതെ ഞാൻ കാത്തിരുന്നു. അങ്ങനെ അനവധിയായ മുഹൂർത്തങ്ങൾ. ചെങ്കോലിലെ ഒരു രംഗമുണ്ട്. അദ്ദേഹം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ നെറ്റിയിൽ മുറിവിനെ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത് സേതുമാധവൻ്റെ കിരീടത്തിലെ ചെങ്കോലാണ്. അതായത് ആ കഥാപാത്രം, ഞാൻ അദ്ദേഹത്തോട് അന്ന് പറഞ്ഞത്, ഈ കണ്ണാടിയിൽ ഇയാളുടെ പ്രതിരൂപം കാണുമ്പോൾ അയാൾ അതിൻ്റെ തിരിച്ചറിവിലേക്ക് എത്തുന്നത്, ഇനി എനിക്ക് സാധാരണക്കാരനായ ഒരു ജീവിതമില്ല, ഞാനൊരു ഗുണ്ടയായിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ ഉള്ള ഒരു സാധ്യത ഇനി ഈ സമൂഹം എനിക്ക് നൽകുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ അയാളത് ഏറ്റെടുക്കുന്ന, ആ ജീവിതത്തെ സ്വയം സ്വീകരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ അയാൾ കടന്നു പോകുന്ന നിമിഷങ്ങളായിരുന്നു. അതും വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തം തന്നെയായിരുന്നു. അങ്ങനെ അനവധിയായി. സതയത്തിലെ കുട്ടികളെ കൊല്ലുന്ന രംഗം, ഇതെല്ലാം ഒന്നിനൊന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദശരഥത്തെ ക്ലൈമാക്സിലെ മാഗി എന്നെ ആനി സ്നേഹിക്കുന്നു, ആനി കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ മൈക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്ന രംഗങ്ങളിൽ നമുക്ക് കാണാം സുകുമാരി ചേച്ചിയുടെ തോളിൽ വെച്ചിരിക്കുന്ന വിരലുകളുടെ ചലനങ്ങൾ. ഇതൊക്കെ ഒരു റിഹേഴ്സലിലോ ഒന്നും നമ്മൾ കാണുന്നതല്ല. ആ ഷോട്ട് ടേക്കിൽ മാത്രം അദ്ദേഹത്തിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു അഭിനയത്തിൻ്റെ ഏറ്റവും മാസ്മരിക മുഹൂർത്തങ്ങളായിരുന്നു. തീർച്ചയായും ശ്രീ സിബിമൽ, അങ്ങിപ്പോൾ പറയുമ്പോൾ എനിക്ക് നമ്മളന്നും ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയം അതൊന്നും കണ്ടിട്ടില്ല എങ്കിൽ പോലും അങ്ങ് പറയുമ്പോൾ എനിക്കതെല്ലാം ഇങ്ങനെ
ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. സിബി സാർ, ഇപ്പോൾ മോഹൻലാൽ പലപ്പോഴും സൗഹൃദങ്ങളുടെ നടനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൗഹൃദത്തിൻ്റെ പേരിൽ പല പ്രൊജക്റ്റുകളും സഹകരിക്കാറുണ്ട്. അതുപോലെ ഈ ചിലതൊക്കെ പരാജയപ്പെട്ടു പോകുമെന്നൊക്കെ നമുക്ക് തോന്നുന്ന പല സിനിമകളും മോഹൻലാൽ അഭിനയിച്ചത് കൊണ്ട് മാത്രം അപ്ലിഫ്റ്റ് ചെയ്ത് വരുന്നതും കണ്ടിട്ടുണ്ട്. ശ്രീ സിബി മലയിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ തിരക്കഥ പോലും കേൾക്കാതെ സിബിയുടെ ചിത്രമല്ലേ നമുക്ക് ചെയ്യാം, അങ്ങനെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങയോട്? ആദ്യകാലങ്ങളിലൊക്കെ നമ്മളോട് അദ്ദേഹം നമ്മളുമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കഥയെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല. ഒരു ഔട്ട്ലൈനോ വല്ലതും നമ്മൾ പോയി പറഞ്ഞാലേ അദ്ദേഹം അതിനുവേണ്ടി നിർബന്ധിക്കുകയോ പ്രതീക്ഷിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇപ്പം ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ കമലദളം അദ്ദേഹം നിർമ്മിച്ച ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി ഞാനും ലോഹിതദാസും കൂടെ ചെയ്ത 3ാമത്തെ ചിത്രമാണത്. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ അന്ന് രാവിലെയാണ് അദ്ദേഹം ലൊക്കേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഷൊർണൂരിലെ ഞാനും ലോഹിതദാസും താമസിക്കുന്ന ഹോട്ടലിലെ മുറിയിലേക്ക് അദ്ദേഹം എത്തി. വന്ന പാടെ അദ്ദേഹത്തിൻ്റെ യാത്ര ചെയ്ത് വന്ന വസ്ത്രം പോലും അഴിക്കാൻ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ട് ചോദിക്കുന്നത് എന്താ പരിപാടി എന്നാണ് ചോദിക്കുന്നത്. അതായത് എന്താണ് കഥാപാത്രം എന്ന് അപ്പോഴാണ് ചോദിക്കുന്നത്, കഥ എന്താണെന്ന് പോലും അല്ല ചോദിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആണ് ഞങ്ങൾ അദ്ദേഹത്തോട് ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു, ഓ ഇയാളൊരു ക്ലാസിക്കൽ ഡാൻസറാണല്ലേ, അതിങ്ങനെ പറ്റും, എനിക്കത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്യിക്കാം. ലോഹിയും പറഞ്ഞു, ലോഹിയും ഞാനും കൂടെ അദ്ദേഹത്തിന് അതിനുള്ളൊരു ധൈര്യം കൊടുക്കാൻ ശ്രമിക്കും. അദ്ദേഹം പറഞ്ഞു ഇല്ലില്ല, നമ്മളത് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആകണ്ടേ, ഇത്രയും വലിയ ഒരു നൃത്ത അധ്യാപകനാണ് ഇയാൾ, അപ്പോൾ അയാൾ അത്രയും പെർഫെക്റ്റായിട്ടത് ചെയ്ത് കാണിക്കേണ്ടതാണ്, ഞാനതൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, നമുക്ക് സിനിമയല്ലേ, നമുക്ക് ഷോട്ട് ബൈ ഷോട്ട് അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നട്ടുവം പരമശിവം അദ്ദേഹത്തെ കൊണ്ടുവരാം, എന്നിട്ട് ഞാൻ പഠിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിച്ച് ഇനി ഇത് ട്രെയിൻ ചെയ്തെടുക്കാനൊന്നും സമയമില്ല, കാരണം ഇത് ക്ലാസിക്കൽ നൃത്തമൊന്നും അങ്ങനെ ഓവർതനായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ലോ, നമുക്കത് മാനേജ് ചെയ്യാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇല്ല, എന്തായാലും അദ്ദേഹം ഇരിക്കട്ടെ കൂടെ, എന്തെങ്കിലും പിഴവുകൾ വന്നാൽ കാണിച്ചു തരാൻ ഒരാൾ വേണ്ടേ എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ കാണുന്നത് ഞങ്ങളെല്ലാം ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടിൻ്റെ മുകളിൽ രാവിലെ 4 മണി തൊട്ട് നമ്മൾ കേൾക്കാം, ശബ്ദങ്ങൾ കേൾക്കാം, അദ്ദേഹം ഈ തറയിൽ ചവിട്ടുന്നത്, അത് കേട്ടാണ് ഞങ്ങൾ പലരും ഉണരുന്നത്. അപ്പോൾ പോയി നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം 4 മണിക്ക് എഴുന്നേറ്റ് നട്ടുവം പരമശിവം എന്ന് പറയുന്ന ആ നൃത്ത ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ക്ലാസിക്കൽ നൃത്തത്തിൻ്റെ ചുവടുകൾ പഠിക്കുകയാണ്. അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് അത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ആ കാഴ്ച ഞങ്ങളെ ഓരോരുത്തരെയും അന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതിന് അദ്ദേഹം അത് 100% പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ആ സിനിമയിൽ അന്ന് അഭിനയിച്ചിരുന്ന നടനും നർത്തകനുമായ വിനീത്, മോണിഷ തുടങ്ങിയ അവരോടെല്ലാം അഭിപ്രായങ്ങൾ ചോദിച്ച് അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ളൊരു ഫോമിൽ അതിനെ അവതരിപ്പിക്കാൻ അദ്ദേഹം നിർബന്ധപൂർവ്വം ശ്രമിച്ചിരുന്നു. അത് കണ്ട ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ട വലിയ നൃത്ത മാസ്റ്റേഴ്സ് ഓഫ് ഡാൻസേഴ്സ് എന്ന് പറയുന്ന ക്ലാസിക്കൽ നൃത്തത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന പലരും, പ്രത്യേകിച്ചും കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ ഒരിക്കൽ ചോദിച്ചു, ഇയാൾ ക്ലാസിക്കൽ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അവരെപ്പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫെക്ഷനോടുകൂടി ആ സിനിമയിൽ അദ്ദേഹം ക്ലാസിക്കൽ നൃത്തത്തിൻ്റെ എല്ലാ തലങ്ങളും എല്ലാ വിഭിന്നങ്ങളായ ചിട്ടകളിലുള്ള നൃത്ത രൂപങ്ങളും അദ്ദേഹം അതിൽ അവതരിപ്പിക്കുകയും അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് പറയുന്നത് കേട്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ആ മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് തന്നെ അത് ഓർക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ, കാരണം അങ്ങേ എന്നും കിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ കരയിപ്പിച്ച മനസ്സിനെ നൊമ്പരമായ രാജമോഹൻ പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 36 വർഷങ്ങളാവുകയാണ്. അങ്ങനെ ഒരു ലാലേട്ടനെ നമ്മൾ ഇതിന് മുൻപോ അതിന് ശേഷമോ കണ്ടിട്ടുമില്ല. എന്തുകൊണ്ടാണ് സിബി സാർ ദശരഥത്തിനൊരു 2ാം ഭാഗമില്ലാതെ പോയത്? അല്ല, അങ്ങനെ ഒരു ആലോചന സംഭവിച്ചത്, അങ്ങനെ ആലോചനയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയതാണ്. ഒരു തിരക്കഥ പൂർത്തിയാക്കിയതുമാണ്. ആ തിരക്കഥ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ അത് ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ് അത് സിനിമയാക്കാനുള്ളൊരു ആലോചന നടന്നുവെങ്കിലും പല കാരണങ്ങളാലും അത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇന്നിനി അത് സാധ്യമാവുകയില്ല. കാരണം അന്ന് ആ 2ാം ഭാഗത്തിൻ്റെ തിരക്കഥ പൂർത്തിയാക്കിയ സമയത്തുണ്ടായിരുന്ന അതിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിച്ചിരുന്ന ആ സിനിമയിൽ അഭിനയിച്ചിരുന്ന വേണുചേട്ടനായാലും ലളിത ചേച്ചിയായാലും സുകുമാരി ചേച്ചി ആയാലും അവരാരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. കവിയൂർപ്പന്നമ്മ ചേച്ചി അവരാരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ സിനിമ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
ആ സിനിമ പോലും അദ്ദേഹത്തിൻ്റെ ആ സിനിമയിൽ ദശരഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ അഭിനയസിദ്ധിയെ വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിന് 3 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കിരീടം എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ ആ സേതുമാധവൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് 3 മാസം കഴിയുമ്പോൾ അതിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ മറ്റൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സമ്പന്നനായ, അലസനായ, മദ്യപാനിയായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇത് രണ്ടും നമുക്കൊരിക്കലും ഒരു ആക്ടറാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മികച്ച പ്രകടനങ്ങളൊക്കെ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ അതിനെല്ലാം പരിപൂർണമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് ഇന്നത്തെ ഈ ദിവസം മാറുകയാണ് അദ്ദേഹത്തിന്. തീർച്ചയായും സാർ, ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും. ഇപ്പൊ സാധാരണ എല്ലാ നടന്മാരും അല്ലെങ്കിൽ നടികളും ഇങ്ങനെ കലാരംഗത്തുള്ളവരൊക്കെ അവർ ഏകദേശം അഭിനയമൊക്കെ വിട്ടു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വലിയ പുരസ്കാരങ്ങളൊക്കെ അവരെ തേടി വരിക. ഇപ്പോൾ ലാലേട്ടന് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നതാണ് ഈ പുരസ്കാരം എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അപ്പോൾ മോഹൻലാലിന് അതൊരു പ്രശ്നമേ ആയിരിക്കില്ല, എന്നാലും ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ മോഹൻലാലിനെ സംബന്ധിച്ചോളം ഇതൊന്നും അദ്ദേഹം അങ്ങനെ അതിൻ്റെ ഒരു ഭാരങ്ങളൊന്നും ഏറ്റെടുക്കുന്ന ആളല്ല. എല്ലാം അദ്ദേഹം ഒരേപോലെയാണ്, എല്ലാത്തിനെയും ഒരേപോലെ തന്നെയാണ് അദ്ദേഹം ഏറ്റവും വലിയ വിജയങ്ങളെയും ഏറ്റവും വലിയ പരാജയങ്ങളെയൊക്കെ വളരെ നിസ്സംഗതയോടെ അദ്ദേഹം നേരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭാരമായിട്ടോ ഒരു ഉത്തരവാദിത്വമായിട്ടൊന്നും അദ്ദേഹം ഏറ്റെടുക്കില്ല. കാരണം അദ്ദേഹം കരിയറിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. പുറമേ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വളരെ തമാശയായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു തോന്നുന്നില്ല. അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്ന മേഖലയെ കാണുന്നത് അത് ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയല്ല. കാരണം ഇത്രമാത്രം കൃത്യനിഷ്ഠയോടെ സത്യസന്ധമായിട്ട് തൻ്റെ കരിയറിനെ സമീപിക്കുന്ന മറ്റൊരു നടനെയും ഞാൻ കണ്ടിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ശിവ സാർ, ഇപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും പ്രത്യേകിച്ച് ഈ ഒരു ദിവസത്തെ മനോഹരമാക്കിയതിനും അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.